നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും ട്രേഡിങ്ങിൻ്റെ പുതിയ AI കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. ആ AI എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിലുള്ളത്. ഫസ്റ്റ് നിങ്ങൾക്ക് AI ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സാധാരണ ഡൗൺലോഡ് ചെയ്ത ട്രേഡിങ്ങിൻ്റെ ആപ്പിൽ പറ്റില്ല, ക്രോമിൽ തന്നെ പോകണം. ഫസ്റ്റ് നിങ്ങൾ ക്രോമിൽ ചെന്നിട്ട് ഡയറക്റ്റ്ലി ട്രേഡിംഗ് വ്യൂ AI എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഫസ്റ്റ് ആ സൈറ്റ് തന്നെ വരും. ട്രേഡിംഗ് വ്യൂ AI ചാർട്ട് കോപ്പൈലറ്റ് പറഞ്ഞ സൈറ്റ് വരും. അത് ഞെക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പോകും. ഈ പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ട്രേഡിംഗ് വ്യൂ ചാർട്ട് കോപ്പൈലറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അത് ഞെക്കുക. അത് ഞെക്കിയിട്ട് നിങ്ങളതിൽ സൈൻ ഇൻ ചെയ്യണം. ഇവിടെ ഉണ്ടാവും എക്സ്റ്റൻഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധനം ഉണ്ടാവും. അത് ഞെക്കുക. അത് ഞെക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ കൊടുത്ത ഗൂഗിൾ ID വെച്ചിട്ട് സൈൻ ചെയ്യുക. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ക്രോമിൽ നിന്ന് തന്നെ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യാം. ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് തന്നെ ഈ ഓപ്ഷൻ ഒന്നും കാണില്ല. അപ്പം ഈ സൈഡിലൊരു എക്സ്റ്റൻഷൻ ഫയൽ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ അവിടെ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ആ ഫയൽ ഉണ്ടാവുക. ആ ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും കൂടി നിങ്ങളെ മെയിൽ വെച്ച് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ടേബിൾ വരും. ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. ഞാൻ ഇപ്പോൾ USDൻ്റെ കറണ്ട് ട്രെൻഡ് വെച്ചിട്ട് എന്ത് ട്രേഡാണ് എടുക്കാൻ ചാൻസ് ഉള്ളത് ചോദിച്ച സമയത്ത് എനിക്കിവിടെ ബെയറിഷ് സിനാരിയോ വന്നു. ബെയറിഷ് സിനാരിയോയിൽ ടാർഗറ്റ് വെക്കേണ്ടത് പറഞ്ഞു, സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് പറഞ്ഞു. ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് അറിയില്ല. കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ.